ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു പ്രാർത്ഥന, നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ, അതിനൊരു ഫലം ലഭിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു ആഗ്രഹം അത് നടക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന അതെന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ, അതിന് ഉത്തരം കിട്ടുമോ, നിങ്ങൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദൈവത്തിനോടുള്ള നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനൊരു മറുപടി ലഭിക്കുമോ, ആ ഒരു മറുപടി എന്തായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് 6 ഓഫ് പെന്റക്കിൾസ് ആണ്. സെക്കൻഡ് കാർഡ് ദ എംപ്രസ് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 9 ഓഫ് പെന്റക്കിൾസ്, 4 ഓഫ് കപ്സ്, വീണ്ടും നമുക്ക് 7 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്വീൻ ഓഫ് സോർഡ്സ്, പേജ് ഓഫ് പെന്റക്കിൾസ്, ക്വീൻ ഓഫ് വാൻഡ്സ്, 3 ഓഫ് പെന്റക്കിൾസ്, ദ ഫുൾ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. ദ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, 8 ഓഫ് സോർഡ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിനി മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് നമുക്ക് 4 ഓഫ് സോർഡ്സ് ആണ് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമ്മൾ എന്നും എടുക്കുന്ന ആ ഒരു ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത് ആ ഒരു പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ നിലവിലെ സ്ഥിതി, കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 6 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, എംപ്രസ് കാർഡ് ഉണ്ട്, അതുപോലെ 9 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഈ 3 കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡുകൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകൾ തന്നെയാണ്. 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നൽകിയ ആ ഒരു സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങളൊരു സ്നേഹം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി കെയറിങ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി എഫോർട്ട് ഇട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെയാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എംപ്രസ് കാർഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഒരു ഉയർച്ച, ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ സമൃദ്ധി, ഫലപ്രാപ്തി ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള വൈബുള്ള ഒരു കാർഡ് തന്നെയാണ്. പിന്നെ 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ, അപ്പൊ ഞാനിവിടെ പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹമായിരിക്കുമല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയും. ആ ഒരു ആഗ്രഹം ആകുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ ഒരു ആത്മവിശ്വാസമുള്ള ഒരാളാക്കി മാറ്റും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഈ ഒരു കാർഡുകൾ, 3 കാർഡുകൾ ചേർത്ത് പറയുമ്പോൾ നിങ്ങൾ എന്താണോ വിതച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ എഫേർട്ട് ഇട്ടത് അത് വെറുതെ ആയിട്ടില്ല. അത് ഒരു സക്സസിലേക്ക് വൈകാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിവാർഡ് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ ഒത്തിരി ആളുകൾ ഒരു കാര്യത്തിന് വേണ്ടി കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്തുകൊണ്ടാണ് ഇത്രയുമായിട്ടും ഇത് നടക്കാത്തത് പോലെ തോന്നുക, അല്ലെങ്കിൽ നടക്കുന്നതായിട്ടുള്ള ഇതെനിക്ക് കിട്ടും എന്നുള്ള യാതൊരുവിധ ഒരു സിംറ്റംസ് പോലും ഇല്ല, ഇനി ഒരിക്കലും ഇത് ലഭിക്കില്ല എന്നതുപോലെ. അല്ലെങ്കിൽ നമ്മൾ ചിലവരൊക്കെ ഉണ്ട്, എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും തടസ്സങ്ങൾ, എന്ത് പ്രശ്നത്തിൽ പോയി, ഇപ്പം ഏറ്റവും ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയിട്ട് അത്യാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ചോറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ
നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ ഒരു ചോറോ കറി എന്തെങ്കിലും കൊണ്ടുവന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആകുക, അല്ലെങ്കിൽ അവിടെ വെച്ച് തീർന്നു പോവുക. അപ്പൊ പിന്നെ അവരത് എടുക്കാൻ പോകും. അപ്പൊ അത്രയും ഒരു ചെറിയ കാര്യത്തിന് വരെ ഒരു തടസ്സം വരുമ്പോൾ ഇത് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കും? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, എല്ലാം ഓക്കെ ഇപ്പൊ തന്നെ കിട്ടുമെന്നുള്ള ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു തടസ്സം അതിൻ്റെ അടുത്തേക്ക് കയറി വന്നിട്ട് അത് പിന്നെ ഇങ്ങനെ ഇട്ട് ലാഗിയേപ്പിക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ഉത്തരം കിട്ടാത്തത് പോലെ തോന്നുന്നത് എന്ന് ചിന്തിക്കുന്ന കുറേ വ്യക്തികളുടെ എനർജി നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിന് 4 of Cups എടുക്കാം നമുക്ക്, അതുപോലെ തന്നെ 7 of Cups എടുക്കാം. ഇവിടെ ഒരു പ്രധാന സന്ദേശമുണ്ട്. 4 of Cups എന്ന് പറയുമ്പോഴത്തേക്കും അത് തന്നെയാണ്, വളരെയധികം കാത്തിരുന്ന വ്യക്തികളെ കാണുന്നുണ്ട്, നിരാശയുള്ള വ്യക്തികളുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കൊന്നും നടക്കാത്തത് എന്ന ചിന്ത, ഇതൊക്കെയാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അത് അങ്ങനെയുള്ള ഫീലിങ്സിലൂടെ കടന്നു പോകുന്ന കുറേയേറെ വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 7 of Cups എന്ന് പറയുമ്പോഴത്തേക്കും നിരവധി ബാധ്യതകളുള്ള വ്യക്തികളാണ്, റെസ്പോൺസിബിലിറ്റീസ് ഒത്തിരി ഉണ്ട്. ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടേതായ ലൈഫിലേക്ക് തിരിയാനായിട്ട് പറ്റാത്ത വ്യക്തികളുണ്ട്. പിന്നെ ആശയക്കുഴപ്പമുള്ള ആളുകളുണ്ട്. എന്ത് വേണം, എങ്ങനെ വേണം എന്ന് ചിന്തിച്ച് ഒരു ആശയക്കുഴപ്പത്തിൽ പെട്ടെടുക്കുന്ന ആളുകൾ. അപ്പൊ ചിലപ്പോൾ യാഥാർത്ഥ്യവും പ്രതീക്ഷയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ആളുകൾ. ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജേർണിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരേ ഒരു ഇപ്പൊ ലൈഫിൽ നിങ്ങൾ ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ആഗ്രഹിക്കുന്നു. ആ ഒരു സക്സസിലേക്ക് അതിൻ്റെ ഒരു ആ ഒരു അനുഗ്രഹം, ആ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടണമെന്ന് മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ യൂണിവേഴ്സ് മറ്റൊരു വഴി നിങ്ങൾക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു വഴി തേടി പിടിച്ച് നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയുണ്ട്, ആ വഴിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ഇതിനൊരു റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ ഇതെന്റെ ശരിയാകും. പക്ഷെ യൂണിവേഴ്സ് ഈ ഒരു വഴിയിലൂടെയല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തി തരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണുന്നത്. മറ്റൊരു വഴി നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് തുറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഈ ഒരു കാര്യം എനിക്ക് തരൂ എന്ന രീതിയിലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനേക്കാൾ നല്ല ഒരു കാര്യമായിരിക്കും. പിന്നീടാണ് നിങ്ങൾക്കത് മനസ്സിലാകുക. അപ്പൊ നമ്മളെപ്പോഴും ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു കാര്യം തരൂ, എനിക്ക് ഈ ഒരു കാര്യം തരൂ, അല്ലെ എനിക്കിത് വേണം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്കിതില്ലാതെ പറ്റില്ല എന്നൊക്കെ രീതിയിൽ ഒത്തിരി ആളുകൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് വേണ്ടിയിട്ടൊക്കെ അവിടെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ നമുക്ക് ലഭിക്കാം, ചിലപ്പോൾ അത് തന്നെയായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി നല്ല ഒരു കാര്യം നിങ്ങളിലേക്ക് വരും. അതാണ് മറ്റൊരു വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യൂൻ ഓഫ് സോൾസ് ഉണ്ട്, അതുപോലെ പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഇവ ഈ ഒരു വ്യക്തതയും യാഥാർത്ഥ്യ ബോധവും ആവശ്യപ്പെടുന്ന കാർഡുകളാണ് ഈ രണ്ട് കാർഡുകൾ. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്സുകളിൽ മാത്രം നിങ്ങൾ ആശ്രയിക്കരുത്. ഫീലിങ്സുകൾ നമുക്ക് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഒരു സെക്കൻഡിൽ വരുന്ന ഫീലിങ്സ് അല്ല നെക്സ്റ്റ് സെക്കൻഡിൽ, അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഫീലിങ്സുകളായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഫീലിങ്സുകളിൽ മാത്രം ആശ്രയിക്കരുത്, യാഥാർത്ഥ്യം എന്താണ് എന്ന് നോക്കുക, അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. ചെറിയ അവസരങ്ങളെ പോലും നിങ്ങൾ അവഗണിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക. പുതിയ തുടക്കങ്ങൾ എന്താണെങ്കിലും അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ റിസ്ക് എടുത്തുകൊണ്ട് പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങാനൊക്കെ നിങ്ങൾ പരിശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഒരു വലിയ അത്ഭുതമായി അല്ല, ഒരു ചെറിയ അവസരമായിട്ടായിരിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. അപ്പൊ ആദ്യം എത്തുന്ന ആ ഒരു ചെറിയ അവസരമായിട്ടായിരിക്കാം. അതായത് നമ്മൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവന്റെ മുന്നിൽ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും അവന് അതിൽ പിടിച്ചു കയറാനായിട്ട് ശ്രമിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളും ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഒരു വഴി അന്വേഷിച്ച് അത് തേടി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, അതിലൂടെ പോയിട്ട് ഇത് സക്സസിൽ എത്തണം എന്ന് തന്നെ വിചാരിച്ചിരിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് അത് പെട്ടെന്നൊരു അത്ഭുതം സംഭവിച്ചിട്ട് നേരെ വന്നിട്ട് യൂണിവേഴ്സോ അല്ലെങ്കിൽ ദൈവമോ വന്നിട്ട് നേരെ നൂലിലിറക്കി തരില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ അവസരമായിട്ടായിരിക്കും ചിലപ്പോൾ അത് ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. അത് നിങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വലിയ സക്സസിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രാർത്ഥന, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ പ്രാർത്ഥനയുടെ ആ ഒരു സക്സസിലേക്കുള്ള വഴികൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള വഴികൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്യൂൻ ഓഫ് വാൻഡ്സ് ഉണ്ട്, അതുപോലെ 3 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, ഫുൾ കാർഡ് ഉണ്ട്. ഇത് വളരെ മനോഹരമായ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു 3 കാർഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും. ക്യൂൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു കാർഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഉണ്ട് എങ്കിൽ അതിനൊരു ഒരു കോൺഫിഡൻസും കൂടി നിങ്ങൾക്ക് വേണം. അതെനിക്ക് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയായിരിക്കണം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുക.
ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തെങ്കിലും ഒരു ജോബോ കാര്യങ്ങളോ മറ്റെന്ത് കാര്യമായാലും ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. പിന്നെ 3 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം, ശരിയായ ആളുകളുടെ സഹായങ്ങൾ തേടാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകണം, സഹകരണം ഉണ്ടാകണം. ഇതൊക്കെയാണ് നമുക്ക് 3 ഓഫ് പെന്റിക്കിൾസ് പറഞ്ഞു തരുന്നത്. ഫുൾ കാർഡ് എപ്പോഴും നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ആ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനായിട്ട് ഉള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തുടക്കം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു സക്സസിലേക്ക് എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങളൊരു പുതിയ അധ്യായത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ചോദിച്ച കാര്യം ലഭിക്കാൻ ആ പഴയ രീതികളിൽ പിടിച്ചു നിൽക്കാതെ പുതിയ വഴികൾ സ്വീകരിക്കേണ്ടതായി വരും. അപ്പൊ ചിലരുണ്ട് ഈ ഒരു പഴയ രീതിയിൽ തന്നെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പൊ ആ രീതിയൊക്കെ വിട്ടിട്ട് പുതിയ വഴികളിലേക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല, ഇതിനൊക്കെയുള്ള പ്രധാന തടസ്സം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 8 ഓഫ് സോർഡ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കാർഡ് കാണിക്കുന്നത് പുറത്തെ തടസ്സങ്ങളേക്കാൾ വലിയ തടസ്സം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ തന്നെ ഓൾറെഡി ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഒക്കെ വന്ന് അത് കോൺഫ്ലിക്റ്റിൽ പോയി, ബ്രേക്കപ്പിലൊക്കെ പോയി ഒത്തിരി നാളുകളൊക്കെ ആയിട്ട് ഇനി ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഒരു മാറ്റങ്ങൾ ഇവിടെ വരില്ല. ചിലപ്പോൾ നിങ്ങൾ അവരെ പരമാവധി വെറുപ്പിച്ചിട്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ പരമാവധി വെറുപ്പിച്ചിട്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം അവിടെ യാതൊരുവിധ ഫീലിങ്സുകളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സ്നേഹം, ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ട്, വീണ്ടും ആ റിലേഷൻഷിപ്പിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിലോട് പറയാണ് ഇതൊരിക്കലും നടക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതി അതാണ് ഇവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. ഒരു സ്കോപ്പ് ഇല്ലാത്തടത്തും അത് ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പകുതി നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ചിലവരുണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും കിട്ടിയാൽ പോലും, എല്ലാവർക്കും സിമ്പിളായിട്ട് ഒരു കാര്യം കിട്ടിയാൽ പോലും നമ്മുടെ കയ്യിൽ വന്നിട്ട് അത് തട്ടിത്തെറിച്ച് താഴെ ചാടി പോകുന്ന അവസ്ഥ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എനിക്കൊരു ഭാഗ്യമില്ലാത്തവനാ, അല്ലെങ്കിൽ ഞാനൊരു ഭാഗ്യമില്ലാത്തവളാ എന്ന് ചിന്തിക്കുന്നില്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തണം. എനിക്ക് ഭാഗ്യമില്ല എന്ന ചിന്തകൾ മാറ്റാത്തത്. അതുപോലെ തന്നെ അവരിനി തിരികെ വരില്ല എന്നുള്ള ചിന്തകളുണ്ടല്ലോ. ഇനി എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഇത്രയും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇത്രയും കോളമായി പോയി, ഇനി അവർ തിരികെ വരാനൊന്നും പോകുന്നില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ മാറ്റുക. പിന്നെ എൻ്റെ പ്രാർത്ഥന ദൈവം ഇനി ഒരിക്കലും കേൾക്കില്ല, ഇനി ഒട്ട് കേൾക്കാനും പോകുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതികൾ ഇതൊക്കെ നിങ്ങളെ ബാധിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവത്തിൽ ബന്ധിച്ച് കിടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് തടസ്സങ്ങളായിട്ട് മുന്നിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ടാരോട്സ് പറയുന്നത് നിങ്ങൾ കരുതുന്നതിന് കൂടുതൽ സാധ്യതകൾ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ടെന്ന് കണ്ണു തുറന്ന് കാണുക എന്നുള്ളതാണ് ടാരോട്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്, അതുപോലെ 4 ഓഫ് സോർഡ്സ് ഉണ്ട്. ഇവിടെ വളരെ രസകരമായ ഒരു സന്ദേശമുണ്ട്. ആദ്യം ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഫേസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്നും നടക്കാത്തതുപോലെ തോന്നാം, അല്ലെങ്കിൽ ഇനി ഇത് എൻഡായി പോയി, ഒന്നും മുന്നോട്ടേക്കില്ല എന്ന രീതിയിലുള്ള ഒരു ഫേസ് നമുക്കിവിടെ തോന്നാം. പക്ഷെ അതിനുശേഷം നമുക്കിവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് സൂചിപ്പിക്കുന്ന പെട്ടെന്നുള്ള ഒരു ചലനം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു ന്യൂസ് കിട്ടുക, ഒരു സന്ദേശം വരിക, അപ്രതീക്ഷിതമായ ഒരു മാറ്റം കടന്നു വരികയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് വൈകുന്നു എന്ന രീതിയിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരാനുള്ള ചാൻസസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫൈനൽ മെസ്സേജ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഡുകൾ മൊത്തത്തിൽ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള സാധ്യത വളരെയധികം ശക്തമാണ്. പക്ഷെ അതിന് മുന്നേ നിങ്ങളുടെ മനസ്സിലെ ഒരു പേടികളൊക്കെ നിങ്ങൾ വിട്ടുകളയണം. നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു വ്യക്തത കൈവരിക്കണം. പുതിയ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം, ക്ഷമ പാലിക്കണം ഇതൊക്കെ തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു റീഡിങ്ങിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സന്ദേശമാണ് ദ എംപ്രസ് കാർഡും അതുപോലെ 9 ഓഫ് പെന്റിക്കിൾസും പറഞ്ഞു തരുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം ഫലം കാണാനായിട്ട് കഴിയുന്ന ഊർജം നിങ്ങളിൽ തന്നെ നിലവിലുണ്ട്. പക്ഷെ ആ ഒരു ഫലം വരുന്നതിന് മുൻപും നിങ്ങൾ തന്നെ കൂടുതൽ ഒന്ന് ശക്തനാകണം, ഒന്ന് സ്ട്രോങ് ആകേണ്ടതുണ്ട്. അതുപോലെ ഒരു ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായി മാറേണ്ടതുണ്ട്. അതിനുള്ള വഴികളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നു. അപ്പം അതിനാൽ തന്നെ ഈ ഒരു റീഡിങ് നമ്മൾ ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്ന് തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ആ ഒരു ഉത്തരം കിട്ടും. പക്ഷെ ശരിയായ സമയത്ത് ആ ഉത്തരത്തിലേക്കാണ് ചെന്നെത്തുക. നിങ്ങളിത് പോലും അറിയാതെ നിങ്ങൾ ആ ഒരു ഉത്തരത്തിലേക്ക് ശരിയായ സമയത്ത് ആ ഒരു പ്രാർത്ഥനയുടെ നിറവിലേക്ക്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലത്തിലേക്ക് നിങ്ങൾ ചെന്നെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്തൊക്കെയായിരിക്കും അത് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ക്യൂൻ ഓഫ് സോൾസ് ആണ് ഫസ്റ്റ് തരുന്ന ആ ഒരു ഗൈഡൻസ്.
വ്യക്തത നേടുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് സ്വയം സത്യസന്ധമായിട്ട് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കണം. ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയാണോ, അതോ ആ വ്യക്തി നൽകുന്ന സ്നേഹവും സുരക്ഷിതത്വവും ഒക്കെ ആണോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ആ കാര്യം നിങ്ങളുടെ ഒരു നന്മയ്ക്കായിട്ടുള്ള ഒരു കാര്യമാണോ എന്നതുകൂടി നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഫീലിങ്സുകൾ മാത്രമല്ല, യാഥാർത്ഥ്യവും പരിഗണിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ സോഷ്യൽ പരമായിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ, നിങ്ങൾക്കൊരു നന്മ വരില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്കും നന്മ വരില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഇത് നിങ്ങളുടെ നന്മയ്ക്കാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും അത് നോ എന്നായിരിക്കും ആൻസർ വരിക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അവിടെ ഒരു വ്യക്തത വന്നു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചിന്താഗതികളും വ്യത്യസ്തങ്ങളായ ഡിസിഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബേസ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ നന്മയ്ക്കാണോ എന്നും, അത് എന്താണ് ശരിക്കും ഞാൻ ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ഏറ്റവും ഒരു ഇതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തത വേണം. അല്ലാതെ ഒരു ഫീലിങ്സിന്റെ പുറത്ത് നിങ്ങളിങ്ങനെ പ്രാർത്ഥനകൾ നടത്തരുത്, അല്ല ആഗ്രഹിക്കരുത്. ഒരു യാഥാർത്ഥ്യത്തെ കൂടി നിങ്ങൾ പരിഗണിക്കണം എന്നാണ് യൂണിവേഴ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമതായി യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന പേടികളിൽ നിന്ന് അല്ലെങ്കിൽ ഭയങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 8 ഓഫ് സോർട്സ് അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു കാർഡ് പറയുന്നത് പല തടസ്സങ്ങളും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരും. ഉദാഹരണത്തിന്, ഇനി ഒരിക്കലും നടക്കില്ല, എന്നെ ആരും തിരഞ്ഞെടുക്കില്ല, എന്റെ പ്രാർത്ഥന ഒരിക്കലും കേൾക്കപ്പെടില്ല എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. ഇത്തരം ചിന്തകൾ ആവർത്തിച്ച് ഇങ്ങനെ, അത് മനുഷ്യ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളാണെങ്കിൽ കൂടി ഇത്തരം ചിന്തകൾ ആവർത്തിച്ച് ഇങ്ങനെ പിടിച്ചു നിർത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ വരുന്നത് പേഷ്യൻസ് ഉണ്ടായിരിക്കണം എന്ന് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 4 ഓഫ് സോർട്സ് അതാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എല്ലാം ഒരു ബലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ട സമയമല്ല. അമിതമായിട്ട് ചിന്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ ആ ഒരു ഫലം എപ്പോഴാകും എനിക്ക് കിട്ടുക എന്നതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക. വിശ്രമത്തിനും മാനസികമായിട്ടുള്ള സമാധാനത്തിനും ഒക്കെ നല്ല രീതിയിലുള്ള സമയങ്ങൾ കണ്ടെത്തുക. ആ ഒരു നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനുള്ള ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് തനിയെ അത് ഫ്ലോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കൊള്ളും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ സ്വയം നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. 9 ഓഫ് പെന്റക്കിൾസ് ആൻഡ് ദ എംപ്രസ് കാർഡ്, ഇത് രണ്ടും പറഞ്ഞു തരുന്നതാണ്. ഈ രണ്ട് കാർഡ് വളരെ ശക്തമായിട്ടാണ് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ജീവിതം അതിനെ വളർത്തുക, പുതിയ വഴികൾ കണ്ടെത്തുക, പുതിയ കഴിവുകൾ പഠിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, സാമ്പത്തികവും വ്യക്തിപരവുമായ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതുപോലെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുക. നിങ്ങൾ ശക്തരാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും കൂടുതൽ സ്വാഭാവികമായി നിങ്ങളിലേക്ക് ഒഴുകിയെത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്ത് വരും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. പുതിയ വഴികൾ തുറന്നിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ. അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിച്ച രൂപത്തിലാകണമെന്നില്ല. അപ്പോൾ അയ്യോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇങ്ങനെയല്ലല്ലോ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ചിലപ്പോൾ ഒരു പുതിയ അവസരമായിരിക്കാം, പുതിയൊരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു തുടക്കം ആയിരിക്കാം. അതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരം. അതിനാൽ തന്നെ ഒരു ഫലത്തിൽ മാത്രം കുടുങ്ങി കിടക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി യൂണിവേഴ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ടാരോട്സിന്റെ ആ ഒരു അവസാനത്തിലേക്ക് വരുമ്പോൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ കാത്തിരിക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ ജീവിതം നിങ്ങൾ നിർത്തിവെച്ചുകൊണ്ട്, സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്, സ്റ്റക്ക് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്ക് ആ ഒരു നല്ല പ്രാർത്ഥനയുടെ ആ ഒരു നല്ല സക്സസ്, അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും, ആ ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടാകും. പ്രാർത്ഥന തുടരുക. അതോടൊപ്പം നിങ്ങളുടെ വളർച്ചയിലും സന്തോഷത്തിലും നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക. ഈ കാർഡുകൾ പറയുന്നത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഫലം പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഫലത്തിലേക്ക് മാത്രം നോക്കി നിൽക്കുക, അല്ലെങ്കിൽ ആ ഒരു ഉത്തരത്തിലേക്ക് മാത്രം നോക്കി നിൽക്കുകയല്ല, മറിച്ച് നിങ്ങളെ തന്നെ കൂടുതൽ ശക്തനാക്കാനും കൂടുതൽ സ്ട്രോങ് ആക്കാനും ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റാനും നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു റീഡിങ്ങിന് ക്ലൂസോ കാര്യങ്ങളോ മറ്റൊന്നും എടുക്കുന്നില്ല. അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.